റൂമിൽ വന്ന അവൾ ഇന്നത്തെ കാര്യങ്ങൾ ആലോചിച്ചു. അയാളെ മൈൻഡ് ചെയ്യരുതെന്ന് കരുതിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇന്നലത്തെ ഒരു ചടപ്പും ഉണ്ടായിരുന്നു. കണ്ണ് അയാളിലേക്ക് എത്താതിരിക്കാൻ കുറേ പാടുപെട്ടു. അവിടെ ചെന്നിട്ടും അതുകൊണ്ടാ പറയാതെ ക്ലാസ്സിലേക്ക് പോയത്. കുറച്ചു കഴിഞ്ഞതും കാലൻ ദേ ആ സാധനത്തിനെ അടുത്തേക്ക് വിളിച്ച് ചിരിച്ച് സംസാരിക്കുന്നു. അത് കണ്ട് എനിക്ക് ദേഷ്യം വന്നു. അങ്ങോട്ട് നോക്കിയാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേഹയോട് സംസാരിച്ചിരുന്നു. അപ്പോഴാ നേഹ ആ ചേട്ടൻ്റെ ഇഷ്ടത്തെപ്പറ്റി എന്നോട് പറയുന്നത്. അയാൾ എൻ്റെ ബ്രദറാണെന്ന് അവളുടെ വായിൽ നിന്നും കേൾക്കും തോറും എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത ഭാരമായിരുന്നു നെഞ്ചിനുള്ളിൽ. ഡേ, നിനക്ക് എന്താ ആ ചേട്ടൻ നിന്റെ ബ്രദറാണെന്ന് പറയുമ്പോൾ ഇത്ര ദേഷ്യം? നേഹ സംശയത്തോട് ചോദിച്ചു. എനിക്ക് ദേഷ്യമൊന്നുമില്ല, നിനക്കതൊക്കെ തോന്നുന്നതാ, പൊന്നു മറുപടി പറഞ്ഞു. ഉവ്വ മോളെ, കണ്ണടച്ച മോക്ക് മാത്രമേ ഇരുട്ടാകുള്ളൂ. നേഹ അവളെ കളിയാക്കി. എനിക്ക് തന്നെ അറിയില്ലടി എനിക്ക് എന്താണെന്ന്. അന്ന് സാറെന്നെ അയാളുടെ കസിനാക്കിയപ്പോഴും ആ പെണ്ണ് വന്ന് എന്നോട് അയാളുടെ പെങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോഴും ഇപ്പം നീ എന്നോട് ചോദിക്കുമ്പോഴും അയാളുടെ ബ്രദർ അല്ല എന്ന് വിളിച്ചു പറയാനാ എനിക്ക് തോന്നുന്നത്. പൊന്നു പറയുന്നത് കേട്ടതും നേഹ ചിരിച്ചു. പൊന്നു അവളെ നെറ്റി ചുളിച്ചു നോക്കി. എടി പൊട്ടി, ഇതാടി പ്രേമം, നേഹ അവളെ നോക്കി പറഞ്ഞു. പ്രേമമോ? പൊടി, അങ്ങനെയൊന്നുമില്ല. ഉവ്വ, പിന്നെ പ്രേമിക്കുന്ന ചെക്കനെ സഹോദരനാക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എടി, നിനക്ക് അയാളോട് പ്രേമം ഇല്ലെങ്കിൽ പിന്നെ അയാളെ നിന്റെ ചേട്ടനായിട്ട് കാണുന്നതിന് എന്താ പ്രശ്നം? നേഹ ചോദിച്ചു. ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ പയ്യൻ അടുത്തേക്ക് വന്നത്. ഹായ് മരിയ, ഞാൻ മെൽവിൻ. മെൽവിൻ അവളെ നോക്കി പറഞ്ഞു. ഹായ്. അവളും തിരിച്ചു പറഞ്ഞു. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. അധികം വളച്ചുകെട്ടില്ലാതെ ഞാൻ പറയാം. എനിക്ക് തന്നെ ഇഷ്ടമാണ്. കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുമുണ്ട്. മെൽവിൻ അവളെ നോക്കി പറഞ്ഞു. അത് മെൽവിൻ, എനിക്ക് പറ്റില്ല. എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാ. അപ്പോൾ തോന്നിയ കള്ളം അവനോട് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഞാൻ മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. എനിവേ, ആരാ ഭാഗ്യവാൻ? മെൽവിൻ വീണ്ടും ചോദിച്ചു. അത് പിന്നെ അവൾ എന്തു പറയുമെന്നറിയാതെ നിന്നു. റോബിൻ ചേട്ടനാ, നേഹ ഇടയ്ക്ക് കയറി പറഞ്ഞതും പൊന്നു ഞെട്ടി അവളെ നോക്കി. അവൾ പൊന്നുവിനെ നോക്കി കണ്ണടച്ചു കാണിച്ചു. അല്ല, താനാ ചേട്ടൻ്റെ കസിനല്ലേ? മെൽവിൻ സംശയത്തോട് ചോദിച്ചു. അല്ല, ഇവളുടെ കസിൻ്റെ ഫ്രണ്ടാ. അത് മാരേജ് ആകുമ്പോൾ എല്ലാവരും അറിഞ്ഞാൽ മതിയെന്നാ അവർക്ക്. അതാ അങ്ങനെ കള്ളം പറഞ്ഞത്. നേഹ പെട്ടെന്ന് അവനോട് പറഞ്ഞു. ഓ സോറി, കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു ഫ്രണ്ടായിട്ടിരിക്കാം. എന്താ? അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവളും ചിരിച്ചു. ഇതാണ് റിച്ചി കാണുന്നത്. ആ കാലമാടൻ എന്താ എന്നോടൊന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട? ഞാൻ അവനോട് സംസാരിച്ചാൽ അയാൾക്കെന്താ പ്രശ്നം? ഇനി അയാൾക്കും എന്നോട് എന്തേലും ഉണ്ടായിരിക്കുമോ? അതായിരിക്കുമോ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവൾ ഇന്നലത്തെ ഓരോ കാര്യങ്ങൾ ഓർത്തു. ഓർക്കും തോറും അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പടരാൻ തുടങ്ങി. എനിക്ക് നിന്നോടുള്ള വികാരം, അത് പ്രേമമോ കാമമോ ദേഷ്യമോ വാശിയോ എന്തു തന്നെ ആയാലും നീ മാത്രം ഏറ്റുവാങ്ങിയാൽ മതി. അവൻ പറഞ്ഞത് അവൾ ഓർത്തു. എല്ലാത്തിനും ദേഷ്യമാണ്. ഇതിനെ ഞാൻ എങ്ങനെ സഹിക്കും കർത്താവേ? അയ്യേ, ഞാൻ എന്തൊക്കെയായി ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഉണ്ടോ? അയാളോട് എനിക്ക് പ്രേമമാണോ? ഒന്നുമില്ലെങ്കിൽ പിന്നെന്താ അയാൾ ഏതെങ്കിലും പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്? ആ ചെകുത്താൻ എൻ്റെ മാത്രമാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതെ, നേഹ പറഞ്ഞതുപോലെ എനിക്ക് അയാളോട് പ്രണയമാണ്. അവളുടെ ഇച്ഛായനോട് അടങ്ങാത്ത പ്രണയം. റിച്ചിയും വിശ്വയും അരുണും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു വിശ്വയ്ക്ക് ഫോൺ വന്നത്. അവൻ കുറച്ചു നേരം മാറി നിന്ന് സംസാരിച്ചതിന് ശേഷം അകത്തേക്ക് വന്നു. എന്താടാ, ആരാ വിളിച്ചത്? അരുൺ സംശയത്തോട് ചോദിച്ചു. എടാ, നേഹയാ വിളിച്ചത്. അവൾ പറഞ്ഞതെല്ലാം അവൻ റിച്ചിയോടും അരുണിനോടും പറഞ്ഞു. എടാ റിച്ചി, നീ ഇന്ന് ചെയ്തത് തീരെ ശരിയായില്ല. കാര്യം അറിഞ്ഞിട്ട് നിനക്ക് ദേഷ്യപ്പെട്ടാൽ പോരെ? തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നല്ലതല്ല റിച്ചി, വിശ്വ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. എടാ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് റിച്ചിക്ക് വിശ്വ പറയുന്നത് കേട്ട് വിഷമമായി. ദേഷ്യം വരുമ്പോൾ തട്ടിക്കേറിയിട്ട് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല, അരുണും പറഞ്ഞു. ഇന്ന് എന്തായാലും എല്ലാത്തിനും ഞാനൊരു തീരുമാനമാക്കും. റിച്ചി ഒരു ചിരിയോടെ പറഞ്ഞതും അവരും ആ ചിരിയിൽ പങ്കുചേർന്നു. ശരീരത്തെന്തോ ഭാരം അനുഭവപ്പെട്ടപ്പോൾ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അടുത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവളുടെ നെഞ്ച് പതിവിലും കൂടുതലായി ഇടിക്കാൻ തുടങ്ങി. എഴുന്നേൽക്കാൻ ശ്രമിക്കും തോറും വയറ്റിൽ അവൻ്റെ കൈകൾ മുറുകുന്നതായി അറിഞ്ഞതും അവൾ അനങ്ങാതെ കിടന്നു. അവളുടെ മാറിൽ തലവെച്ച് വയറിലൂടെ അവളെ ചേർത്ത് പിടിച്ച് കിടക്കുകയാണ് റിച്ചി. പൊന്നൂട്ടാ. അവളൊന്ന് മൂളി. എന്തിനാ ഈ നെഞ്ചിങ്ങനെ ഇടിക്കുന്നേ? പേടിയുണ്ടോ നിനക്ക്? അവൻ ചോദിച്ചു. ഉണ്ട്. എന്തിനാ പേടി? ആരേലും കാണും. ആരും കാണാതെ ഞാൻ നോക്കിക്കോളാം. സോറി. എന്തിന്? ഇന്ന് ദേഷ്യപ്പെട്ടതിന്. എന്നോടൊന്നും പറയാനില്ലേ നിനക്ക്? എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? അത് ഇന്നലെ അവൾ ബാക്കി പറയാതെ നിർത്തി.
നിനക്കെന്താ തോന്നുന്നേ? ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ ചെയ്തത് വെറും കാമം കൊണ്ടാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ? അറിയില്ല. നിനക്കെന്നെ ഇഷ്ടമാണോ? അറിയില്ല. അവൻ അവളുടെ മറുപടി കേട്ട് ചിരിച്ചു. എന്താ? എന്തിനാ ചിരിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയോ? എന്നോട് ദേഷ്യമല്ലേ? അതല്ലേ എന്നോട് ചിരിച്ച് സംസാരിക്കാത്തത്? എന്നോട് എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുന്നത്? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവനവളുടെ മാറിൽ നിന്നും തല ഉയർത്തി നോക്കി. അയ്യേ, ഈ ചായൻ്റെ കൊച്ച് കരയുവാണോ? അവൻ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. എന്നെ ഇഷ്ടമല്ലല്ലോ, എന്നോട് ദേഷ്യമല്ലേ? അവൾ വീണ്ടും പറഞ്ഞ് കരയാൻ തുടങ്ങിയതും അവൻ നേരെ കിടന്നിട്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് എടുത്തു കിടത്തി. അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. എനിക്കെൻ്റെ പെണ്ണിനോടല്ലാതെ വേറെ ആരോടടി ഇഷ്ടം? അവൻ അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞു. ദേ, ഇനി കരഞ്ഞ ഒറ്റ ചവിട്ട് ഞാൻ തരും, കേട്ടല്ലോ? അവൻ ദേഷ്യപ്പെട്ടതും അവൾ തനിയെ കണ്ണുനീർ തുടച്ചു. മോളെ, എന്നോട് നിനക്ക് വെറുപ്പാണോ? അല്ല, എനിക്ക് എനിക്ക് പറ്റണില്ല വെറുക്കാൻ. അവളുടെ മറുപടി കേട്ട് അവൻ വീണ്ടും ചിരിച്ചു. അവൾ മുഖം വീർപ്പിച്ച് നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഓ, ഇങ്ങനെ ഈ ഉണ്ടക്കണ്ണ് വെച്ച് നോക്കല്ലേടി. ഒരു തരത്തിൽ കൺട്രോൾ ചെയ്താ ഞാൻ കിടക്കുന്നത്. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. പൊന്നൂട്ടാ, എന്നെ ഒന്നിച്ചായെന്ന് വിളിക്കടി. വിളിക്കടി പ്ലീസ്. ഇല്ല. വിളിക്കില്ലേ? ഇല്ല. ഒന്നും കൂടി ചോദിക്കുക, വിളിക്കോ ഇല്ലയോ? ഇല്ല ഇല്ല ഇല്ല. അവൾ കുറുമ്പോടെ പറഞ്ഞതും അവൻ അവളെയും കൊണ്ട് കട്ടിലിലേക്കൊന്ന് മറിഞ്ഞു. ഇപ്പോൾ അവൾ താഴെയും അവൻ മുകളിലുമായിട്ടാണ് കിടക്കുന്നത്. അവളുടെ രണ്ട് സൈഡിലും കൈ ബെഡിലേക്ക് ഊന്നിയാണ് റിച്ച് കിടക്കുന്നത്. വിളിക്കടി. ഇല്ല. അവൾ പറഞ്ഞതും അവൻ കുനിഞ്ഞ് അവളുടെ കഴുത്തിലൊന്ന് അമർത്തിക്കടിച്ചു. ഇച്ഛായ പറഞ്ഞുകൊണ്ട് തന്നെ അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവനെ തള്ളിമാറ്റാനായി ശ്രമിച്ചതും അവൻ അവളുടെ കൈ രണ്ട് മുകളിലേക്ക് വെച്ച് ലോക്കാക്കി. അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി. അവൻ കടിച്ചെടുത്തായി തന്നെ നാവ് കൊണ്ട് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് അവിടെ അമർത്തി ചുംബിച്ചു. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലേ എന്നെ അങ്ങനെ വിളിക്കാൻ? അപ്പം നിനക്ക് വാശി അല്ലേടി കുരുട്ടടയ്ക്ക്? അവൻ അവളുടെ കവളിൽ അമർത്തി കടിച്ചുകൊണ്ട് പറഞ്ഞു. പൊന്നൂട്ടാ. ദേ പെണ്ണെ, ഇനി മൂളിയ കടിയുടെ സ്ഥാനം ഞാൻ മാറ്റും, അറിയാലോ എന്നെ. അവൻ വഷളം ചിരിയോടെ പറഞ്ഞതും അവൾ തലയാട്ടി. അപ്പോൾ ഞാനിനി വിളിക്കുമ്പോൾ നീ മൂളുവോ? ഇല്ല. പിന്നെന്താ വിളിക്കണ്ടേ? ഇച്ഛായാന്ന് അവൾ കുറുമ്പോടെ പറഞ്ഞതും അവൻ അവളുടെ കവളിൽ ഒന്നുകൂടി ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. പൊന്നോ, നീ എന്നെ അറിയണം. എനിക്ക് നിന്നെയും ഇത്രയും വർഷം ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നതെല്ലാം നീ അറിയണം. നീ എനിക്ക് ആരായിരുന്നു, എന്തായിരുന്നു എന്ന് ഞാൻ പറയും ഇന്ന്. അവൻ പറഞ്ഞത് കേട്ടതും അവൾ അവനെ സംശയത്തോടെ നോക്കി. അവൻ എഴുന്നേറ്റ് പോയി മേശയുടെ പുറത്തു നിന്നും ഒരു കവറെടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുത്തു. എന്താ ഇത്? തുറന്നു നോക്ക്. അവൾ ആ കവറൊന്ന് തുറന്നു നോക്കി. ഒരു ധാവണിയായിരുന്നു അത്. ഒരു ഗ്രേപ്പ് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ നല്ല വർക്കൊക്കെയുള്ള ഒരു ധാവണി. അവൾ അത് കണ്ടതും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അന്ന് നമ്മൾ മാളിൽ പോയപ്പോൾ വാങ്ങിയതാ. നിനക്ക് നന്നായിട്ടിത് ചേരുമെന്ന് തോന്നി. പോയി ഡ്രസ്സ് മാറിയിട്ട് ഇതിട്ടിട്ട് വാ. അവൾ ബാത്റൂമിലേക്ക് കയറി ഡ്രസ്സ് മാറി വന്നു. ഇച്ഛായ. അവളുടെ വിളി കേട്ടതും റിച്ചി അവളെ നോക്കി. പാവാടയും ബ്ലൗസും ഇട്ടിട്ടുണ്ട്. ഷോള് ഒരു പ്ലീറ്റ് മാത്രം ഇട്ടിരിക്കുകയാണ്. ഇത് ഞൊറിഞ്ഞു കുത്തിക്കൂടെ പെണ്ണേ? എങ്കിലല്ലേ ഭംഗി വരുള്ളൂ. എനിക്കങ്ങനെ അറിയില്ല. അവൾ നിഷ്കളങ്കമായി പറഞ്ഞതും അവന് വല്ലാത്ത വാത്സല്യം തോന്നി. നീ എങ്ങനെയാ പെണ്ണെ ഡിഗ്രി പാസ്സായത്? അവൻ കളിയാക്കി ചോദിച്ചതും അവൾ കുറുമ്പോടെ അവനെ നോക്കി. ഞാൻ ചെയ്തു തരാം. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഷോൾ ഷോൾഡറിൽ നിന്നും മാറ്റി. അവൾ ഞെട്ടി അവനെ നോക്കി. എന്നെ വിശ്വാസമുണ്ടോ നിനക്ക്? അവൾ അതിനൊന്ന് മൂളി. അവൻ അവളുടെ ഷോൾ ഞൊറിഞ്ഞ് അവൾക്ക് കുത്തിക്കൊടുത്തു. അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു. അവൻ്റെ നോട്ടം ഷോളിലല്ലാതെ വേറൊരു രീതിയിലും തന്നിലേക്ക് എത്തുന്നില്ല എന്നത് അവളെ അത്ഭുതപ്പെടുത്തി. വാ. എവിടേക്ക്? അതൊക്കെ പറയാം. ആരേലും കാണും. എനിക്ക് പേടിയാ. ആരും കാണില്ല, ഞാനല്ലേ പറയുന്നത്. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അവളെയും കൊണ്ട് താഴേക്കിറങ്ങി. ഹാളിൽ കൂടി തന്നെ മുൻവശത്തേക്കിറങ്ങി ഗേറ്റ് തുറന്ന് റോഡിലേക്കെത്തി. റോഡിൽ അവൻ്റെ ബുള്ളറ്റ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ നോക്കിക്കൊണ്ടിരുന്ന 4 കണ്ണുകൾ പരസ്പരം നോക്കി ചിരിച്ചു. കയറ്. അവൻ ബുള്ളറ്റിലേക്ക് കയറിയിരുന്നതിന് ശേഷം അവളോട് പറഞ്ഞു. എനിക്ക് വൺ സൈഡ് ഇരിക്കാൻ പേടിയാ. സാരയില്ല, എന്നെ പിടിച്ചിരുന്നാൽ മതി. അവൾ പതിയെ കയറിയതും അവനവളുടെ 2 കൈകളും അവൻ്റെ വയറ്റിലൂടെ ചുറ്റിപ്പിടിപ്പിച്ചു. പതിയെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദൂരം ചെന്നതും അവൻ വണ്ടി നിർത്തി. പൊന്നൂട്ടാ, ഇറങ്ങ്. അവൾ ബൈക്കിൽ നിന്നും ഇറങ്ങി അവനെ നോക്കി. അവൻ അപ്പുറത്തെ സൈഡിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു. അവൻ ചൂണ്ടിയെടുത്തേക്ക് നോക്കി.
ഒരു തട്ടുകടയായിരുന്നു. അവൾ സംശയത്തോടെയും അത്ഭുതത്തോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അവൻ അവൾക്കൊരു കുത്തുപൊറോട്ടയും അവന് പൊറോട്ടയും ചിക്കൻ കറിയും പറഞ്ഞിട്ട് അവളെയും കൊണ്ട് ഒരു ബെഞ്ചിലേക്ക് പോയിരുന്നു. അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു. അവൾ നോക്കുന്നത് കണ്ടതും അവൻ ചിരിച്ചു. എന്താടി പെണ്ണെ, ഇതൊക്കെ എങ്ങനെ? എല്ലാം പറയാം. ഫുഡ് കൊണ്ടുവന്നതും അവർ കഴിച്ചു കഴിഞ്ഞതും പൈസയും കൊടുത്ത് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വിജനമായ ആ വഴിയിലൂടെ നടന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പൊന്നൂട്ടാ. അവൾ മൂളിയതും അവൾ നാക്ക് കടിച്ചു. സോറി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിലൊന്ന് കൊട്ടി. ശരിക്കും അവൾക്ക് അത്ഭുതം തന്നെയായിരുന്നു റിച്ചിയുടെ ഈ മുഖം. എന്നും തന്നെ ദേഷ്യത്തോടെയും കുസൃതിയോടെയും നോക്കിയിരുന്ന ആ മുഖത്ത് ഇന്ന് അവളോട് പ്രണയവും വാത്സല്യവും നിറയുന്നതായി അവൾക്ക് തോന്നി. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞാൻ ഇന്ന് തരും. അവളുടെ നോട്ടം കണ്ട റിച്ചി അവളോട് മറുപടി പറഞ്ഞു. പൊന്നു, നീ എന്നാണ് എന്നെ ആദ്യമായിട്ട് കണ്ടത്? അത് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ. ഞാൻ നിന്നെ എന്നാ ആദ്യമായിട്ട് കണ്ടതെന്നറിയോ? ഇല്ല, 21 വർഷങ്ങൾക്ക് മുൻപ്. അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതേടി, 21 വർഷങ്ങൾക്ക് മുൻപ്. അതായത് നീ ജനിച്ചപ്പോൾ. നിന്നെ അന്ന ആൻറ്റി പ്രസവിച്ചപ്പോൾ നിന്നെ കാണാൻ വേണ്ടി അപ്പൻ്റെ കൂടെ വന്നതായിരുന്നു ഞാൻ. അന്ന് മമ്മി കിച്ചുവിനെ ഗർഭിണിയായിട്ട് നിറവയറുമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൻ്റെ കൂടെ നിന്നെ കാണാൻ വന്നപ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു. പക്ഷെ ഞാൻ വന്ന് നിൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ സാമീപ്യം അറിഞ്ഞതുപോലെ നീ കണ്ണു തുറന്ന് എന്നെ നോക്കി. എനിക്ക് ശരിക്കും അത്ഭുതമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു പെൺകുഞ്ഞിനെ ഇത്ര കുഞ്ഞായിട്ട് കാണുന്നത്. ഞാൻ നിന്നെ തലോടിയപ്പോൾ നീ എൻ്റെ വിരലിൽ പിടിച്ചു. അന്ന് എൻ്റെ കണ്ണിലുടക്കിയ ഒരു കാര്യമുണ്ട്. അവൻ കുസൃതിയോടെ പറഞ്ഞതും അവളവനെ സംശയത്തോടെ നോക്കി. അത് നമ്മൾ മാത്രമുള്ളപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾക്കത് മനസ്സിലായതുപോലെ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. എൻ്റെ കണ്ണിലെ അത്ഭുതം കണ്ടുകൊണ്ടായിരിക്കണം റീന ആൻറ്റി നിന്നെ എൻ്റെ കൈകളിലേക്ക് വെച്ച് തന്നു. എൻ്റെ ഹൃദയം ഒന്ന് പുറത്തേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. അത്രയും വേഗത്തിൽ ഇടിക്കുകയായിരുന്നു എൻ്റെ ഹൃദയം. അന്ന് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ നിനക്കൊരു ഉമ്മ തന്നു. ഇവിടെ. അവൻ അവളുടെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. അന്ന് ഞാൻ എൻ്റെ പെണ്ണിനെ നൽകിയ നിഷ്കളങ്കമായ ചുംബനമായിരുന്നു അത്. പിന്നെ ആൻറ്റിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോഴും എന്ന് നിന്നെ കാണാൻ ഞാൻ വരുമായിരുന്നു. രാവിലെ വരുന്ന ഞാൻ നീ ഉറങ്ങുമ്പോൾ മാത്രം വീട്ടിലേക്ക് പോകും. എന്നിട്ട് നീ ഉണർന്നോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് നിന്നെ. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ആൻറ്റി ഇവിടുന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ടതെന്തോ എന്നിൽ നിന്നും പറിച്ചെടുക്കുന്ന വേദനയായിരുന്നു എനിക്കെന്ന്. നിന്നെ കൊണ്ടുപോകേണ്ട എന്ന് പറഞ്ഞ് ഞാനന്ന് ഒരുപാട് കരഞ്ഞു. പിന്നീട് ഒരു ദിവസം നീ വരൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ അന്ന് സമാധാനിപ്പിച്ചു. പിന്നീട് നിങ്ങൾ ഇവിടേക്ക് വരുന്നത് നിനക്ക് 8 വയസ്സുള്ളപ്പോഴാണ്. അന്ന് നിൻ്റെ പപ്പ ബിസിനസ് ടൂറിനോ മറ്റോ പോയിരിക്കുകയായിരുന്നു. അന്ന് ഞാനും അപ്പുവും ആൽബിയും കിച്ചു മീനുവും നീയും ഒക്കെ ഭയങ്കര കൂട്ടായിരുന്നു. നിനക്ക് അവരെക്കാളൊക്കെ ഇഷ്ടം എന്നോടായിരുന്നു. എൻ്റെ കൈകളിൽ പിടിച്ചാണ് നീ നടന്നത്. എനിക്ക് വേണ്ടിയിട്ട് നീ അവന്മാരുമായിട്ട് വഴക്കുണ്ടാക്കും, തല്ലുകൂടും. റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പൊന്നു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവൾ ആകാംക്ഷയോട് ചോദിച്ചു. ഒരു ദിവസം മീനുവിനെ ഞാനൊന്ന് മടിയിലിരുത്തി. അതിന് നീ എന്നെ കുറേ വട്ടം കറുപ്പിച്ചില്ലേടി ഉണ്ടക്കണ്ണി. ഞാൻ പുറകെ നടന്ന് ഒരുപാട് സോറി പറഞ്ഞു. പിന്നെ നിന്നെ പിടിച്ചിരുത്തി ഉമ്മയൊക്കെ തന്നപ്പോൾ നീ ഫ്ലാറ്റ്. അവൻ പറഞ്ഞത് കേട്ടതും അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കി നിന്നു. അന്ന് അറിയാത്ത പ്രായത്തിലാണെങ്കിൽ പോലും നീ എന്നോട് ചോദിച്ച ചോദ്യമാ പെണ്ണെ ഇന്ന് നീ എൻ്റെ മുൻപിൽ നിൽക്കുന്നത്. അതെന്താ? ഇച്ചായൻ എന്നെ കല്യാണം കഴിക്കുമോന്ന്. അന്ന് ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞിട്ടും നീ എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. അന്ന് അത് തമാശയായിട്ട് എടുത്തെങ്കിലും വളരും തോറും അത് പാലിക്കണമെന്ന് മനസ്സിലിരുന്ന ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. അവളാണോ എന്നുള്ള രീതിയിൽ അത്ഭുതത്തോടെ അവനെ നോക്കി. വേറൊരു കാര്യം കൂടി നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? അവൾ ചമ്മലോട് ചോദിച്ചു. അത് പറയാൻ പറ്റൂല. ഞാൻ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് പ്രവർത്തിച്ച് കാണിച്ചു തരാട്ടോ. അവൻ കണ്ണിറുക്കിക്കൊണ്ട് കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ ചുണ്ടു കുറിപ്പിച്ച് അവനെ നോക്കി. ദേ പെണ്ണെ, ഇത് പൊതുവഴിയാ, വെറുതെ പണി വാങ്ങല്ലേ. അവൻ അവളുടെ ചുണ്ടിലൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കാതെ മുഖം കുനിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടി നീ എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. എന്താ അത്? അത് നിന്നെ ഒരിക്കലും തല്ലരുതെന്ന്. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദമൊന്ന് ഇടറിയിരുന്നു. റിച്ചി എന്ന് അവളോട് ചോദിച്ചതും അതിനവൾ പറഞ്ഞ കാരണവും അവൻ പറഞ്ഞു. അവൻ്റെ വിഷമം അറിഞ്ഞതുപോലെ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. സാരമില്ല. സോറി മോളെ, എനിക്ക് ദേഷ്യം വരുമ്പോൾ പറ്റിപ്പോകുന്നതാ. പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനായി പോകൂടി. അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ കണ്ണു ചിമ്മി കാണിച്ചു.